വചനം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വ്യക്തിയെ നോക്കരുത്, ഫീലിങ്സ് നോക്കരുത്, സാഹചര്യം നോക്കരുത്. വിശ്വസിച്ചാൽ സംഭവിക്കും. ഇതല്ലാതെ വേറൊരു കാര്യമില്ല. നിങ്ങൾ ഏത് മലയുടെ മുകളിൽ കയറിയാലും എവിടെ പോയാലും വചനം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. വചനത്തെ വിശ്വസിച്ചാൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. റിഖോ ഷിഖോ റഹതിനിയോ ലഹറതിരിയോ ഹോ റഹതിമാ റഖോ ലഹഷിഖോ റഹന്തന. കർത്താവെ, ഇതേ സാന്നിധ്യം കർത്താവെ ജനങ്ങളിലേക്ക് വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവെ ഇവരുടെ മേൽ അങ്ങയുടെ പുതപ്പ് വീഴട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇന്ന് പറയുന്ന വചനങ്ങൾ കർത്താവെ അവരാഗ്രഹത്തോടെ വന്നിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത് റിയലായിട്ട് സംഭവിക്കട്ടെ, ഒരു ആക്ടിവേറ്റ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ അന്തരീക്ഷം കർത്താവെ അവർ ഇന്ന് അത് അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അങ്ങത് ചെയ്ത കൃപയ്ക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. എഫേസ്യർ 2:1. എഫേസ്യർ 2:1. നമുക്കറിയാം, ഈ ലേഖനം നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം താഴോട്ട് വായിച്ച് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന കാര്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോളൂ, നമ്മുടെ സഭയെ കൂടുതൽ പ്രസംഗിച്ചിരിക്കുന്ന മേ ബി എഫേസ്യ ലേഖനത്തിനകത്താണ്. പക്ഷേ എനിക്കറിയത്തില്ല, ദൈവം എനിക്ക് ഇതിനകത്തുനിന്ന് ഇപ്പോൾ കൂടുതൽ റെവലേഷൻസ് തരുന്നത്. നിങ്ങൾ വിശ്വസിക്കുക, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുവാണേ, നിങ്ങൾ മരിച്ചവരായിരുന്നു. നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തുനിന്ന് ജീവൻ പോകുന്ന, അതാണ് നമ്മളെ സംബന്ധിച്ച് മരണം. പക്ഷെ റിയലായിട്ട് മരണം എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ഡെത്താണ്. ഇതെല്ലാം നമുക്കറിയാം. സ്പിരിച്വൽ ഡെത്താണ് റിയൽ മരണം എന്ന് പറയുന്നത്. നോക്കിക്കോണേ, പറയുവാണ് നിങ്ങൾ മരിച്ചവരായിരുന്നു. ആ മരിച്ച അവരെ കർത്താവ് നിങ്ങളെ ഉയർപ്പിച്ചു. ഞാനൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 2:7. ഉൽപ്പത്തി 2:7. നോക്കിയേ, ഇവിടെ ആദമിനെ സൃഷ്ടിച്ച കാര്യം പറയുക. ആദമിനെ പൊടിയിൽ നിന്നുണ്ടാക്കിയിട്ട് ദൈവം ഒരു ജീവശ്വാസം ഊതി. അപ്പം നമ്മുടെ ഒക്കെ വിചാരം എന്ന് പറഞ്ഞാൽ കർത്താവ് ഊതിയ സമയത്ത് ജീവൻ വന്നു. ഹലോ, ഓക്കെ, ഞാൻ വിചാരിച്ചു മൊത്തം പോയെന്ന്. നോർമലി പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ബ്രേക്ക് ആവും. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ വിചാരിച്ചു മേ ബി ഇപ്പോൾ പോയി കാണുമെന്ന്. ഓക്കെ, ദൈവം ജീവശ്വാസം ഊതിയ സമയത്ത് അത് ആദാമിൻ്റെ മേൽ ജീവൻ വന്നു. ആക്ച്വലി അവിടെ ശ്വാസം എന്ന് പറയുന്നത് ആക്ച്വലി ദൈവത്തിൻ്റെ സ്പിരിറ്റ് തന്നെയാണ്. അത് വെറും നമ്മൾ പറയുന്ന ഒരു കാറ്റല്ല. ഞാൻ ഇയോബിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു വാക്യം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇയോബ് 33:4 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തരുന്നു. ഇയോബിൻ്റെ 33:4. നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ 2 കാര്യം ഒരുമിച്ച് പറയും. 1, ദൈവത്തിൻ്റെ ശ്വാസത്തെക്കുറിച്ച് പറയുന്നു. 2, ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ സൃഷ്ടിയിൽ സംഭവിച്ച കാര്യം, ദൈവത്തിൻ്റെ ജീവശ്വാസ ഊതിയ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആദമിലോട്ട് എൻ്ററായ സമയത്ത് ആത്മാവിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ ശരീരത്തിലേക്ക് വ്യാപരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ വന്നത് എവിടെ നിന്നായിരുന്നു? യഥാർത്ഥത്തിൽ ജീവൻ വന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നായിരുന്നു. നോക്കിക്കോണം, നമ്മുടെ മേൽ നമ്മൾ സ്പിരിച്വലി ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചു വരാം. നമ്മുടെ മേലൊരു ജീവൻ കിടപ്പുണ്ട്. ആ ജീവൻ ഇനിയും പോകത്തില്ല. അതുകൊണ്ടാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ മേൽ റിയലായിട്ടൊരു ജീവനുണ്ട്. ഈ നിത്യജീവൻ കിട്ടിയ നമുക്ക് പലപ്പോഴും തിയററ്റിക്കലി നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. കൊല്ലാൻ പറ്റത്തില്ല, പിശാചിന് തൊടാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം നിങ്ങൾ ഓൾറെഡി മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ആദാമിലേക്ക് ദൈവം ജീവശ്വാസം ഊതി, അതിൽ നിന്നും ആദാം ജീവനുള്ള ഒരു ദേഹിയായിട്ട് മാറി. നമുക്കറിയാം, എന്നാൽ കുറച്ച് കഴിഞ്ഞ് മനുഷ്യൻ പാപം ചെയ്തു. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇതെല്ലാം ബേസിക്കാണ്. പക്ഷേ ഞാൻ ഒരു പോയിന്റിലോട്ട് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപം ചെയ്ത സമയത്ത് ഫസ്റ്റ് സംഭവിച്ച കാര്യം, ദൈവം പറഞ്ഞ ആ ഒരു
വൃക്ഷത്തിലെ ആ ഒരു ഫലം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മരിച്ചു പോകും. പക്ഷെ ആ സമയത്ത് ആദമോ ഹവ്വയോ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സംഭവിച്ച കാര്യം സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു. അതായത് സ്പിരിച്വൽ ഡെത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആത്മാവും മരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ആത്മാവും ദൈവവും തമ്മിലുള്ള കണക്ഷൻ ഡിസ്കണക്റ്റായി. സംഭവിച്ച കാര്യം ആത്മാവിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ജീവൻ വിട്ടുപോയി. ആത്മാവിൽ വ്യാപരിച്ചുകൊണ്ടിരുന്ന ജീവൻ വിട്ടുപോയപ്പോൾ സംഭവിച്ച കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിന്ന് ജീവൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം ജഡമാണ്. നോക്കി, നമ്മളത് കഴിഞ്ഞുള്ള വാക്യം വായിച്ചാൽ അറിയാം. ആദാമിൻ്റെ അനുസരണക്കേടിന് ശേഷം ദൈവം പറയുന്നത് ജഡമല്ലോ എന്നാണ് പറയുന്നത് അവരെക്കുറിച്ച്. ഒരു ഭാഗത്ത് പറയുന്നത്, ഞാൻ ആ 36:3 വായിച്ചേ. 36:3. സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ആദ്യം പറഞ്ഞെന്താ? ജീവനുള്ള ഒരു ദേഹമായിട്ട് മാറി. പക്ഷെ പാപം എൻ്റർ ചെയ്തു, സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു. അതിനുശേഷം മനുഷ്യനെ കുറിച്ച് പറയുന്ന ആരാ? അവൻ ജഡം തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പം ആള് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം ഈ ലേഖനത്തിനകത്ത് പറയുന്ന കാര്യം, ആദ്യം നമ്മൾ എഫേസ്യ ലേഖനം 2:1 കാര്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ മരിച്ചവരായിരുന്നു. മരിച്ച നമ്മളെ ദൈവം ജീവിപ്പിച്ചു. ഈ 2:2 വായിച്ച്. എഫേസ്യ ലേഖനം 2:2. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. 3 കൂടെ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നോക്കിയേ, ഇവിടെ സംഭവിച്ച കാര്യം, ആ മരിച്ച നിങ്ങൾ നടന്ന രീതികൾ. ഒന്ന്, അതിൻ്റെ 2ാമത്തെ വാക്യം എന്നിട്ട്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും. നമ്മൾ എന്ന് പറഞ്ഞാൽ മരിച്ചവരായ വ്യക്തിക്ക് ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ ജീവിക്കുന്നത് ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചാണ്. അതായത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ലോകത്ത് എന്ത് സംഭവിക്കുന്നോ അതാണ്. എന്നാൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ബോണഗെയിനായുള്ള നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തായിരിക്കണം? ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ അതോ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണോ? മരിച്ചവരായിരുന്ന അവരെ ഇൻഫ്ലുവൻസ് ചെയ്തത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിൻ്റെ കാലഗതി. 2ാമത്തെ കാര്യം, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആകാശത്തിൻ്റെ അധികാരം, ഒരു ഡെമോണിക് റലമുണ്ട്, ഒരു പിശാചിൻ്റെ ഒരു തലമുണ്ട്. അത് അവരുടെ മേൽ അധികാരം വെച്ചിരുന്നു. ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ്, അനുസരണക്കേടിൻ്റെ മക്കളിൽ അവർക്ക് അനുസരണക്കേടും കൂടി ഉണ്ടായിരുന്നു. എല്ലാ പോയിന്റോട് നോക്കിയാൽ, ഫസ്റ്റ് അവർ മരിച്ചവരായിരുന്നു. 2, അവർ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചാണ് അവർ മൂവ് ചെയ്യുന്നത്. അവരുടെ മേൽ അനുസരണക്കേടുണ്ടായിരുന്നു. അതായത് അവർ ജന്മന ദൈവത്തിൻ്റെ വചനത്തിന് ഓപ്പോസിറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ ജനിച്ചപ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ഇൻസ്റ്റോളാണ്. പിന്നെ പറഞ്ഞ കാര്യം, അവരുടെ മേലൊരു ആത്മാവിന് അധികാരമുണ്ട്. അത് ആകാശത്തിൻ്റെ അധികാരത്തിനും മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു. അപ്പോൾ അവരുടെ മേലുള്ള ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? അത് പിശാചന. ഈ നോക്കിയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ നോക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ മൂവ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണോ അതോ മറ്റേതെങ്കിലും സ്പിരിറ്റിലാണോ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഏതെങ്കിലും മേഖലയിൽ പിശാചിൻ്റെ ഒരു ബന്ധനം, ഒരു അധികാരം കിടപ്പുണ്ടെങ്കിൽ, ഓൺലൈനിൽ ഇത് കാണുന്നവരും എങ്കിലും കാണാൻ പോകുന്നവരോടും കൂടെ ഞാൻ പറയുവാണ്, അതിനെ ദൈവം ബ്രേക്ക് ആക്കും. അത് ദൈവത്തിൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല അത് സംഭവിക്കുന്നത്, അത് പിശാചിൻ്റെ ആധിപത്യമാണ്. അത് ബ്രേക്ക് ആയിട്ടിരിക്കും, ഉറപ്പായിട്ട് അത് ബ്രേക്ക് ആവും. നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, പക്ഷെ എനിക്കറിയാം ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഞാൻ ഈ വചനം പറഞ്ഞ ശേഷം ഇവിടെ ഒരു കാര്യം വ്യാപരിക്കും, ദൈവത്തിൻ്റെ ഒരു ശക്തി വ്യാപരിക്കും. അതെനിക്കറിയാം, ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളത് കാണും, നിങ്ങൾ കാണും. ഇനി അതിൻ്റെ അടുത്ത വാക്യം എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം,
അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവർ നടന്നത് ജഡമോഹങ്ങളിലാണ്. അവർ നടന്നത് അവരുടെ ഫ്ലഷിനെ അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യമായിട്ട് ആദമിലോട്ടും എൻ്റർ ആയ സമയത്ത് ആദമിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതേ നേച്ചറാണ്. ദൈവം ആദമിനോട് സംസാരിക്കുമായിരുന്നു. ദൈവവും ആദമും തമ്മിലൊരു ഭയങ്കര ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു, അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അനുസരണക്കേട് സംഭവിച്ചു കഴിഞ്ഞ സമയത്ത് സംഭവിച്ച കാര്യം, ജഡത്തെ അനുസരിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങി. ബോണഗെയിൻ ആണോ നിങ്ങൾ, റിയലി ബോണഗെയിൻ ആണോ, നിങ്ങൾക്ക് ജഡത്തെ അനുസരിച്ച് നടക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോഴും നമുക്ക് ജഡത്തെ അനുസരിച്ച് നടക്കാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. കാരണം അത് നിങ്ങളുടെ റൂട്ടിനെ ചേഞ്ച് ചെയ്യും. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. അത് ഓൾറെഡി സ്വർഗമാണ്. അതുകൂടാതെ ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു ഭാവിയുണ്ട്, ഒരു ശുഭകരമായ ഭാവിയുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ യിരെമ്യാവ് 29:11, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരും, അത് നിശ്ചയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ശുഭഭാവിയാണ്, ഗുഡ് ഫ്യൂച്ചർ, നല്ല ഫ്യൂച്ചറാണ്. പക്ഷെ ജഡത്തിൽ നടന്നാൽ സംഭവിക്കത്തില്ല. നിങ്ങൾ ബെന്തക്കോസ്തിൽ വന്നു, നിങ്ങൾ സ്നാനപ്പെട്ടു, പക്ഷെ നിങ്ങൾ ജഡത്തിൽ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ട ഒരു വാഗ്ദത്തവും നടക്കത്തില്ല. ചിലർ പറയും, ഞാൻ ഇത്ര വർഷമായിട്ട് ബെന്തക്കോസ്തിൽ വന്നു, ഒന്നും നടന്ന് കണ്ടിട്ടില്ല. കാരണം അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം അനുസരണക്കേടിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ മരിച്ചവർ നടക്കുന്ന രീതിയാണ് ജഡമോഹങ്ങളിൽ നടക്കുക. പിന്നെ പറയുന്ന കാര്യം, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം, ഒന്ന് അവരുടെ ജഡമോഹം, രണ്ട് അവരുടെ മൈൻഡ്. നമ്മുടെ ദൈവം നമ്മുടെ മൈൻഡ് ആകാൻ പാടില്ല. എൻ്റെ മനസ്സ് പറയുന്നതെല്ലാം കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ എൻ്റെ ബോണഗെയിൻ സ്പിരിറ്റ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാം. എൻ്റെ മനസ്സ് സാഹചര്യം നോക്കിയിട്ട് പറയും, ഈ സമയത്ത് അങ്ങോട്ട് പോയാൽ ഡേഞ്ചറാണ്, മാറി നിൽക്കണം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയും, നീ തീയിൽ കൂടെ നടന്നാലും വെന്തു പോകത്തില്ല. ഇതാണ് നമ്മളെ വ്യത്യാസം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളൊരു ജോലി ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോകക്കാരെ പോലെ ചെയ്യാം. അവിടെ നമുക്ക് പേടി, ഇവിടെ പേടി, എല്ലായിടത്തും പേടി. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എൻ്റെ ജീവിതത്തിൽ പല സമയത്തും ഞാൻ ലോകത്തിന് മണ്ടത്തരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാന സമയത്ത് ദൈവം എന്തു പറഞ്ഞോ അത് സംഭവിച്ചിട്ടുള്ളൂ. എല്ലാ കാര്യത്തിലും ഞാൻ എപ്പോഴും ഞാൻ ഓർക്കും, ദൈവം എത്ര വിശ്വസ്തനാണ്. പക്ഷെ ഒരേ ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കാതെ ഒന്നും കിട്ടത്തില്ല. ഏത് ബെന്തക്കോസ്ത് ആണേലും ഏത് സ്ഥലത്ത് പോയാലും ഒന്നും കിട്ടത്തില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവവുമായിട്ട് ഭയങ്കര ഇൻറ്റിമസി വരാൻ ആഗ്രഹമുണ്ട്? നിങ്ങൾ റിയലായിട്ട് ദൈവവുമായിട്ട് ഇൻറ്റിമസി, ആ അടുത്ത ബന്ധത്തിൽ വരാൻ ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ഈ വചനത്തെ സ്നേഹിക്കണം, ഈ വചനത്തെ സ്നേഹിക്കണം. ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്ന് എപ്പോഴും നമ്മുടെ അടുത്ത് എല്ലാവരെയും കാണിച്ച് അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ വചനം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ചിന്ത വചനമായിരിക്കണം. എനിക്കറിയാം നമ്മുടെ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭയിൽ എല്ലാ ആൾക്കാരും നല്ല വ്യക്തികളാണ്, നല്ല ഹൃദയവിചാരങ്ങളുള്ള നല്ല ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ഒരു ചെറിയ കുറവെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ വചനത്തെ ഡിസേൺ ചെയ്യാതെ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ഇതിനെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ചിന്ത പോലും വചനമായിട്ട് മാറും. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് വചനത്തിലായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഈ ലോകപ്രകാരമുള്ള, അവർ പറയുന്നത് അവിടെ ഭയങ്കര പ്രശ്നം വരാൻ പോകുന്നു, റിസഷൻ വരാൻ പോകുന്നു, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ക്ഷാമകാലത്ത് വിതച്ചിട്ടും 100 മേനി കൊയ്ത കാര്യമായിരിക്കും. രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് അത് സത്യമാണ്, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിട്ടുണ്ട്. നോക്കിയാണ്, നമ്മൾ പലപ്പോഴും ഈ റെവലേഷൻ വെച്ച് ഞാൻ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദ്യ സമയത്ത് ഞാനൊന്നും കണ്ടില്ല, എന്നാലും ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. പക്ഷേ ഈ സമയങ്ങളിൽ ഞാൻ അതിൻ്റെ ടെസ്റ്റിമണീസ് കാണാം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ട കാര്യമുണ്ട്. ക്യാൻസർ ഹീലായി, ഒരു ലിവർ കണ്ടീഷൻ കംപ്ലീറ്റ്ലി നോർമലായി, വേറൊരു ഭാഗത്ത്
തേർഡ് സ്റ്റേജിലുള്ള ഒരു ലിവർ സിറോസിൻ്റെ തേർഡ് സ്റ്റേജ് ആയിരുന്നു. അത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്ത് നോർമലായി. ഇത് മനുഷ്യൻ്റെ ശക്തിയെ നടക്കുമോ? ഇത് ദൈവത്തിൻ്റെ ശക്തിയാ മാത്രമേ നടക്കത്തുള്ളൂ. അത് സംഭവിക്കുന്നത് എങ്ങനെയാ? ഈ വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് വിശ്വസിക്കണം, വിശ്വസിക്കുന്ന കാര്യം പറയണം. ഒന്നും കണ്ടില്ലേലും ഒന്നും കിട്ടിയില്ലേലും വചനത്തെ വിട്ടുകളയരുത്, വചനത്തിൽ തന്നെ മൂവ് ചെയ്യണം. അതുകൊണ്ട് ആ മരിച്ചവരായ ആൾക്കാരുടെ ക്യാരക്ടേഴ്സാണ്. അവർ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അതായത് അതിൻ്റെ കുറച്ചും കൂടെ നണ്ട് പറയുകയാണെങ്കിൽ, ആൻഡ് വേർ ബൈ ദ നേച്ചർ ദ ചിൽഡ്രൻ ഓഫ് റാത്ത് ഈവൻ ആസ് അതേഴ്സ്. അവർക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. അതായത് ജഡത്തിൽ ജീവിക്കുന്ന അവരുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത്, ഒരു ദൈവകോപത്തിലോട്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ അവർ നരകത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്വർഗരാജ്യത്തെ പ്രവേശിക്കത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ഇനി അതിൻ്റെ അടുത്ത വാക്യം ഒന്നിടാവോ? സമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തദാനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അതായത് ഇങ്ങനെ നടന്ന നമ്മളെ ദൈവം അടുത്ത സ്റ്റെപ്പിൽ പറയുവാണ്, നമ്മളെ ഉയർപ്പിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണേ. ഞാൻ പറഞ്ഞു, നമ്മൾ ജഡത്തിൽ നടക്കുമ്പോൾ, മരിച്ചവരായിട്ട് നടക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ചാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. പക്ഷെ ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, 2 കൊരിന്ത്യർ 4:18. 2 കൊരിന്ത്യർ 4:18. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അത് ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ നോക്കുന്നത് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്, അത് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം. ഞാൻ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഇവിടെ പല സുഖ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുവാണേ അത് താൽക്കാലികമാണ്. ഞാനൊരു പോയിന്റിലോട്ട് വരാൻ വേണ്ടി പറയുന്നത്. സഭാപ്രസംഗി 1:2 പറയുന്നുണ്ട്. സഭാപ്രസംഗി 1:2 ഹാ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ സകലവും മായ അത്രേ. ഞാൻ പറഞ്ഞ ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ പെടുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ VR ഹെഡ്സെറ്റ് അല്ലേ, അതായത് വെർച്വൽ റിയാലിറ്റി ഗെയിംസ് ഉണ്ട്. ചില ആൾക്കാർ ഇത് വെച്ചിട്ട് അവർ കിടന്നിങ്ങനെ പേടിക്കുന്ന കാണാം. എന്തോ ഒരു ഹൊറർ കാര്യം കാണുന്നവർ അവിടുന്ന് അവർ പേടിക്കും. ചില ആൾക്കാർ റോളർ കോസ്റ്റർ റൈഡിൽ കൂടെ പോകുന്നൊക്കെ അവർ കാണുന്നത്. ഞാൻ പറഞ്ഞ പലമുണ്ട്. പക്ഷെ അവിടെ എന്ത് കാണുന്നു, ആ VR ഹെഡ്സെറ്റ് വെച്ചിട്ട് അവർ കാണുന്ന കാര്യത്തെ വിശ്വസിച്ചിട്ട് അവർ ചിലപ്പോൾ സന്തോഷിക്കും, ചിലപ്പോൾ അവരത് കണ്ട് പേടിക്കും. ചില ആൾക്കാർ ബാലൻസ് ചെയ്ത് താഴെ പോകുന്ന കാണാം. പക്ഷെ അവർ കാണുന്ന എന്താ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. VR ഹെഡ്സെറ്റ് നമുക്ക് അറിയാമല്ലോ, പിള്ളേരൊക്കെ ഗെയിം ചെയ്യുന്ന കാര്യം. അവർ കണ്ണുകൊണ്ടൊരു സാധനം വെച്ചിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ്. അവരതെ വിശ്വസിച്ച് അവർ പേടിച്ച് കരയുക. അത് ഒരു തമാശയായിട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് വിശ്വസിക്കുന്നുണ്ട് അവർ, താൽക്കാലികമായിട്ടാണേലും. ഞാൻ പറഞ്ഞ കാര്യം, VR ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ ഒരാൾ താഴെ പോകാൻ വേണ്ടി പോകുന്നത്, നമ്മൾ കണ്ണടച്ചാൽ വല്ലതും സംഭവിക്കുമോ? ഞാൻ ഈ പറഞ്ഞ കാര്യം, നമ്മൾ കാണുന്ന ലോകം ആക്ച്വലി റിയൽ അല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു അത് താൽക്കാലികമാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു താൽക്കാലികമായ ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു മായയിലത്രേ. അത് താൽക്കാലികമല്ലാത്ത ഒരു കാര്യത്തെ ഞാൻ വിശ്വസിക്കണം. ഈ ഒരു കാര്യം ഞാൻ ഏതെങ്കിലും നമ്മുടെ വിശ്വാസി അല്ലാത്ത ആരോടെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കും. എന്നാ മണ്ടത്തരാ പറയുന്നത്, ഇത് ഞങ്ങളിതെല്ലാം ഇത്രയുണ്ട് അങ്ങനെയുണ്ട്. അവർ വേണമെങ്കിൽ നമ്മൾ ലോജിക്കലി നിങ്ങളോട് പറയും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് താൽക്കാലികമാണ്. അപ്പം ലോകത്തിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി മരണത്തിലായിരുന്ന ആ വ്യക്തികൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെ അനുസരിച്ച് ജീവിച്ചു. ഈ ലോകത്തിൻ്റെ കാലഗതി താൽക്കാലികമാണ്, അത് മാറിപ്പോകും. ആകാശവും ഭൂമിയും മാറിപ്പോവും, പക്ഷെ പോകാത്തത് ദൈവത്തിൻ്റെ വചന. നോക്കിക്കോണെങ്കിൽ ഇതായിരുന്നു സിറ്റുവേഷൻ.
പക്ഷേ ദൈവം ചെയ്ത കാര്യം അടുത്ത വാക്യത്തിൽ പറയുവാണ്, അങ്ങനെയുള്ള നിങ്ങളെ കർത്താവ് ഉയർപ്പിച്ചു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ആ വാക്യത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതെ, എത്രാമത്തെ വാക്യമായിരുന്നു? 2:7 അല്ലേ? ഒന്നിടാവോ? അത് 2:7 ഒന്നിടാവോ? ഓക്കെ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും, അവിടെ എഴുതിയിരിക്കുകയാണ്, കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞാൻ ഈ പറയാൻ വരുന്ന കാര്യം, ഇതൊരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആയിരുന്നു. പഴയ നിയമത്തിലെ ആൾക്കാർ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അതിലോട്ട് കയറാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയെ റിലീസ് ചെയ്തു. കൃപയാൽ അത്രയോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ. ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി റിലീസായി, ദൈവത്തിൻ്റെ വിശ്വാസവും നമുക്ക് വേണ്ടി റിലീസായി. ഇത് രണ്ടും കൂടെ വന്ന സമയത്ത് ഇമ്പോസിബിൾ ആയിരുന്നു. പക്ഷേ ഒറ്റ സെക്കൻഡിൽ നമ്മുടെ സ്റ്റാറ്റസ് മാറി. നമ്മൾ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ ആദ്യം ഒരു ഉയർപ്പ് നടന്നിട്ടുണ്ട്, അത് നമ്മുടെ ആത്മാവിലാണ്. മരിച്ച നമ്മുടെ ആത്മാവിനെ കർത്താവിൽ വിശ്വസിച്ച ആ സെക്കൻഡിൽ ദൈവം ഉയർപ്പിച്ചു. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒരു റിസറക്ഷൻ പവർ കിടപ്പുണ്ട്. ഇന്ന് അനീഷ് ബ്രദർ, ഞാൻ ചില സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ എത്രയോ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവം എത്ര കറക്റ്റായിട്ട്. എന്നാൽ അനീഷ് ബ്രദർ ഒരു വാക്യം പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഞാൻ ആ വാക്യം വായിക്കും. യോഹന്നാൻ 11:25. യോഹന്നാൻ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇങ്ങനെ നോക്കിയേ, നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ജീസസ് സെഡ് അൺടു ഹെർ, ഐ ആം ദ റിസറക്ഷൻ. ഉയർപ്പ് എന്ന് പറയുന്നത് യേശുവാണ്. യേശു ഉള്ളിലുണ്ടെങ്കിൽ അർത്ഥം റിസറക്ഷൻ ഈസ് ഓൾറെഡി ദെയർ. ആ പവർ എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. റിസറക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം, ലോകത്തിൻ്റെ മരണത്തിന് നിങ്ങളെ പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, എന്തായിക്കോട്ടെ, അതിനകത്തുനിന്ന് നിങ്ങൾ ഉയർത്ത് വന്നിരിക്കും. കാരണം യേശു പറയുവാണ്, ഞാൻ തന്നെ പുനരുദ്ധാനം, ഐ ആം ദ റിസറക്ഷൻ. രണ്ടാമത്തെ കാര്യം, ഞാൻ തന്നെ ജീവനാകുന്നു. എൻ്റെ ഉള്ളിൽ ജീവൻ ഇരിക്കുവാണ്, എൻ്റെ ഉള്ളിൽ പുനരുദ്ധാനം ഇരിക്കുവാണ്. ആ കർത്താവിനെ വിശ്വസിച്ച ആ സെക്കൻഡിൽ എൻ്റെ റലം മാറി, എൻ്റെ രീതികളെല്ലാം മാറി. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളെ ദൈവം എവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുക? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഇരുന്ന് എവിടെയായിരുന്നു? നമ്മൾ ലോകത്തിലായിരുന്നു. ലോകക്കാരെ പോലെ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് ആ നെഗറ്റീവ് സ്പിരിറ്റിൻ്റെ അധീനതയിൽ നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ ജഡത്തിനെ മാത്രം വിശ്വസിച്ച് നടന്ന പൊസിഷനെ ദൈവം ചേഞ്ച് ചെയ്തു. മരിച്ച നമ്മുടെ ആത്മാവ് ആ സെക്കൻഡിൽ ജീവിച്ചു. നമ്മുടെ ഉള്ളിലോട്ടൊരു ജീവൻ വന്നു. നമ്മുടെ ഉള്ളിലോട്ടൊരു ജീവൻ വന്നിട്ട് യേശു ക്രിസ്തുവിൻ്റെ അതേ ആത്മാവ്, യേശു തന്നെ എൻ്റെ ഉള്ളിലോട്ട് വന്നു. യേശു തന്നെ എൻ്റെ ഉള്ളിലോട്ട് വന്നു. സംഭവിച്ച കാര്യം എന്നാ? എൻ്റെ ഉള്ളിൽ അന്ന് മാറിപ്പോയ ജീവൻ എൻ്റെ ജഡത്തിലോട്ട് വന്നു. ഞാൻ പറഞ്ഞ കാര്യം, ഈ ജീവൻ വിശ്വസിച്ചാൽ ഇതെൻ്റെ സ്പിരിറ്റിൽ മാത്രമല്ല, ഇതെൻ്റെ ജഡത്തിലും വ്യാപരിക്കും. നമുക്ക് അറിയാം, കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി ട്രാൻസ്ഫോംഡ് ആവുന്നത്, അതിന് രൂപാന്തരം വരുന്നത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, ഈ ശക്തിക്ക് നമ്മുടെ ജഡശരീരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ജീവൻ വ്യാപരിക്കും. ലോകത്തിൽ ഒരു വ്യക്തിക്ക് മരിച്ചയാളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പറ്റും. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ജീവൻ ഓൾറെഡി വ്യാപരിക്കുക.
ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പലരും ഇത് പ്രസംഗിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു എന്താ പറയുന്നത് ഒരു ഐഡിയ ആയിട്ട് ഓൾറെഡി ഇരിപ്പുണ്ട്. പക്ഷെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിക്കേ, ഇത്രയും പവർഫുള്ളായിട്ടൊരു കാര്യം നമ്മുടെ ഉള്ളിലിരിക്കുക, ഇത്രയും പവർഫുള്ളായിട്ട് നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുക. കർത്താവ് പറഞ്ഞ കാര്യം, എന്തെങ്കിലും മരിച്ച അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ദൈവം ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അഡ്രസ്സ് മാറി. അതുവരെ നിങ്ങളുടെ അഡ്രസ്സ് എന്താ? നിങ്ങളോട് ഒരാൾ അഡ്രസ്സ് ചോദിച്ചാൽ നിങ്ങൾ പറയും. ഇപ്പം എന്നോട് അഡ്രസ്സ് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ കേരള എന്ന സ്റ്റേറ്റ് കോട്ടയം എന്ന ഡിസ്ട്രിക്റ്റിലാണ് എന്ന് എൻ്റെ വീട്ടുപേരും കൂടെ പറയും. എൻ്റെ വീട്ടുപേര് പറഞ്ഞിട്ട് പറയും ഇന്ന ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, ഇതാണ് എൻ്റെ അഡ്രസ്സ്. നിങ്ങൾ കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പൊസിഷൻ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലോട്ട് മാറ്റപ്പെട്ടു. നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ചായി. ഇനി നിങ്ങളുടെ അഡ്രസ്സിനെ കുറിച്ച് കർത്താവ് പറയുക ഒരു വാക്യം, എബ്രായർ 12, 22, 23, 24. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വായിച്ചു വിട്ട കാര്യമാണ്. ഇതിനകത്തൊരു അഡ്രസ്സ് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെ വന്നു. പിന്നെയോ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിലാണ്. എന്നിട്ട് പറയുവാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ഒരു നഗരമുണ്ട്, ആ നഗരത്തിൻ്റെ പേര് സ്വർഗീയ യെരൂശലേം. അവിടെ ഒരു പോപ്പുലേഷനുണ്ട്. അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുവാണെങ്കിൽ ദർ ഈസ് ഇന്യൂമറബിൾ കമ്പനി ഓഫ് ഏഞ്ചൽ. എന്ത് പറഞ്ഞാൽ മലയാളത്തിൽ ഇരിക്കുന്ന എന്തായിരുന്നു? ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. അഡ്രസ്സ് ചേഞ്ച് ആയത് കണ്ടോ? ആദ്യം നമ്മൾ വന്നിരിക്കും ഞാൻ പറഞ്ഞ ഇന്ത്യ എന്ന രാജ്യം എന്ന് ഞാൻ പറഞ്ഞ പോലെ സിയോൻ പർവ്വതത്തിൽ അവിടെ ഒരു പട്ടണമുണ്ട്, സ്വർഗീയ യെരൂശലേമിൽ. അവിടുത്തെ പോപ്പുലേഷൻ, അവിടെ ഏഞ്ചൽസ് ആണ്. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ ചെന്നു. നമുക്ക് ഒരു ഉപമയറിയാം, ഉപമയല്ല, ഒരു ആൾക്കാർ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏഞ്ചൽസിനെ പോലാണ്. നിങ്ങൾ നോക്കിയാണെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ക്യാരക്ടേഴ്സ്, നിങ്ങളുടെ എല്ലാ രീതിയും മാറി. യു ആർ ലൈക്ക് ഏഞ്ചൽസ്. അവിടെ നോക്കിയാൽ അവിടുത്തെ പോപ്പുലേഷൻ ഏഞ്ചൽസിനെ പോലാണ്. പിന്നെ പറയുവാണ് നിങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്ക്. നിങ്ങളൊരു സഭയിലേക്ക് പ്രവേശിച്ചു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ആ ഒരു പർവ്വതം, ആ ഒരു പട്ടണം ഇമാജിൻ ചെയ്യുക, ഒരു സഭ. ആ സഭയുടെ പേര്, ആ സഭയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ പേര് സ്വർഗത്തിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതെപ്പോഴാണ്? കർത്താവിനെ വിശ്വസിച്ച് ആ സമയത്ത് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി കഴിഞ്ഞു. ആ സഭയിലേക്ക് നമ്മൾ ചേർക്കപ്പെട്ടു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് സ്വർഗത്തിലെ പേര് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും. അവിടെ നമ്മുടെ ദൈവമുണ്ട്. ആ ദൈവം ന്യായാധിപതിയാണ്. ഒരു ഇംഗ്ലീഷ് എഴുതിക്കുന്ന എന്തായിരുന്നു? ആൻഡ് ടു ഗോഡ് ദ ജഡ്ജ് ഓഫ് ഓൾ. ഒരു ജഡ്ജ്മെൻറ്റ് ഡേ വരാറുണ്ട്, ഒരു ന്യായവിധി ദിവസം വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗുണമെന്ന് പറഞ്ഞാൽ കർത്താവിങ്കിലേക്ക് വന്ന ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റ് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അടുത്ത വാക്യം, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. അവിടെ ആത്മാക്കളുണ്ട്. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ആൻഡ് ടു ദ സ്പിരിറ്റ് ഓഫ് ജസ്റ്റ് മെൻ മെയ്ഡ് പെർഫെക്റ്റ്. അതായത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നീതിമാന്മാരായ ആൾക്കാരുടെ ആത്മാക്കൾ. അതാരാണ്? അത് ആക്ച്വലി ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് നമുക്കൊരു മാറ്റം വന്നു. നമ്മൾ നീതിമാന്മാരായി ആക്കപ്പെട്ടു. ആ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്, നിങ്ങളുമുണ്ട്. അതാണ് സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ അഡ്രസ്സ് ചേഞ്ചായി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ആ ആദിജാതന്മാരുടെ സഭയിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമ്മൾ
നമ്മളെ ആക്ച്വലി നീതിമാന്മാരാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മളെല്ലാ കാര്യത്തിലും നമ്മളെ ദൈവം പൂർണ്ണതയിലേക്ക് എത്തിച്ചിരിക്കുക. ഞാനൊരു വാക്യം വായിക്കാം, അതിനകത്ത് തന്നെ പറഞ്ഞൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 10:14. ഏകയാഗത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അവിടെ എഴുതിക്കുന്ന ഇംഗ്ലീഷിൽ എഴുതിക്കുന്ന for by one offering he hath perfected forever them that are sanctified. He has perfected. നമ്മുടെ മേലൊരു പെർഫെക്ഷൻ വന്നിരിക്കുന്നു. നമ്മൾ സിദ്ധന്മാരായ നീതിമാന്മാരാക്കി നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്ന ആ പെർഫെക്ഷൻ എൻ്റെ ഉള്ളിലുണ്ട്. എനിക്ക് കർത്താവിന് വേണ്ടി മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ പെർഫെക്ഷൻ നിൽക്കണം. അതെനിക്ക് മാനുഷികമായിട്ട് പറ്റത്തില്ല. പക്ഷേ എൻ്റെ സ്പിരിറ്റിൻ്റെ പ്രത്യേകത ആ പെർഫെക്ഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണേ, എനിക്ക് മിനിസ്റ്ററി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും എൻ്റെ സ്റ്റേജ് വളരെ ചെറുതാണ്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ മിനിസ്ട്രി ചെയ്യാനുള്ള പെർഫെക്ഷൻ ഓൾറെഡി ഉണ്ട്? അത് നിങ്ങളുടെ സ്പിരിറ്റിലുണ്ട്. നിങ്ങളത് വിശ്വസിച്ച് മൂവ് ചെയ്താൽ നിങ്ങൾ ആദ്യമൊന്നും കാണത്തില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ അടുത്തോട്ട് ആ പെർഫെക്ഷൻ വെളിപ്പെടും. സകലത്തിലും ആ സ്പിരിച്വൽ പെർഫെക്ഷൻ വെളിപ്പെടും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ ആത്മാവിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങനെയായിരിക്കും. ഞാൻ എൻ്റെ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നാനോ കോമ്പോസിറ്റ് എന്ന് പറയും. ഈ നാനോ ടെക്നോളജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നാനോ പാർട്ടിക്കിൾ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മോളുടെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ കൃപയ്ക്ക് അറിയായിരിക്കും നാനോ ടെക്നോളജിയെക്കുറിച്ച്. എനിക്ക് തോന്നിക്കുന്നത് ചെയ്തിട്ടുണ്ട് ആ പ്രൊജക്റ്റ്. അപ്പം ഞാൻ ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നാനോ പാർട്ടിക്കിൾ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്, അതിന് എന്ന് പറയും, ഇതിലിൻ വിനൈൽ അസറ്റേറ്റ്, ഈ സാധനത്തിനകത്തോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യണം. എൻ്റെ സ്കില്ല് വെച്ചുകൊണ്ട് എനിക്കത് മിക്സ് ചെയ്യാനൊന്നും അത്രയ്ക്ക് അറിയത്തില്ല. ഞാനത് മിക്സ് ചെയ്തെല്ലാം അങ്ങോട്ട് അത്ര കറക്റ്റായിട്ടില്ല. പക്ഷെ സംഭവിച്ച കാര്യം, എനിക്ക് കിട്ടിയ റിസൾട്ട് ഭയങ്കര ഹൈ ആയിരുന്നു. നോർമലി കിട്ടാത്ത റിസൾട്ട് വന്നു. അത് ആ സമയത്ത് നടന്ന ഒരു സയൻറ്റിഫിക് എക്സിബിഷൻ, ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് അത് പ്രസൻറ്റ് ചെയ്തു. എൻ്റെ സ്കില്ല് അതെനിക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് വന്നു. എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രൊഫസർ ഉൾപ്പെടെ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ വന്നു പെർഫെക്ഷൻ? കാരണം എൻ്റെ സ്പിരിറ്റിലൊരു പെർഫെക്ഷനുണ്ട്. നിങ്ങൾ വിശ്വസിച്ച കഴിവല്ല, നിങ്ങളിൽ കൂടി അത് വെളിപ്പെട്ടിരിക്കും. കാര്യം ഇത് റിയലായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു വാക്യം കൂടെ പറയുന്നു, താഴോട്ടൊന്ന് വായിക്കുക വാക്യം, അതേ വാക്യം. ഓക്കെ. പുതു നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിന് നമ്മൾ യേശുവിൻ്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന എവിടെയാണ്? യേശുവിൻ്റെ കൂടെ. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം. ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യം, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുക. അപ്പോൾ യേശുവിനെ നോക്കിയാണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്. നിങ്ങൾ നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സന്നിധിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് മൂവ് ചെയ്യാം. പിന്നെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തമുണ്ട്. ഈ യേശുവിൻ്റെ രക്തം അവിടെ എവിടെയായിരിക്കുന്നത്? ഇത് ചുമ്മാ ഒരു ഇമാജിനേഷന് വേണ്ടി ചുമ്മാ ഒരു ശൈലിയിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയാണോ? റിയലായിട്ട് യേശുവിൻ്റെ രക്തം അവിടെയുണ്ട്. അതെവിടെയായിരിക്കും? പഴയ നിയമം നോക്കുവാണെങ്കിൽ നമുക്കറിയാം, പുരോഹിതൻ ഒരു സമയത്ത് അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നിട്ട് ആ ആർക്ക് ഓഫ് ദ കവനൻ്റ്, അതിന് മലയാളത്തിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ പെട്ടകം. ആ ദൈവത്തിൻ്റെ പെട്ടകം നമുക്കറിയാം, 2 കെരൂബുകളുടെ ഒരു ഇതുണ്ട്, നടുക്ക് ഒരു സ്പേസ്. അവിടെയാണ് ആ രക്തം കൊണ്ട് പുരോഹിതൻ തളിക്കുന്നത്. ഞാൻ ആ വാക്യം എന്ന് പറയാം. ലേവ്യ പുസ്തകം 16:14-15. ലേവ്യ പുസ്തകം 16:14-15. കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കേണം.
അവൻ രക്തം കുറെ തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുൻപിലും തളിക്കണം. അതിനെ എവിടെ തളിക്കണ്ടേ? കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം. ഇത് ചെയ്തു പോകുന്ന ഒരു കാര്യം. യേശു തൻ്റെ ക്രൂശീകരണത്തിന് ശേഷം യേശു തൻ്റെ രക്തവുമായിട്ട് സ്വർഗത്തിലോട്ട് ചെന്നു. നമുക്കൊരു ഭാഗം അറിയാം. ഈ മഗ്ദലക്കാരത്തി മറിയാൻ തോന്നിക്കുന്നു. മറിയ കല്ലറയുടെ വാതിക്കൽ നിൽക്കുക. മറിയ യേശുവിനെ കണ്ട് തൊടാൻ വേണ്ടി ചെന്നപ്പോൾ യേശു പറഞ്ഞു, തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല. യേശു ആ സമയത്ത് തൻ്റെ രക്തവുമായി, ഒരു ഭാഗത്ത് ഞാൻ വായിച്ചൊരു കാര്യമാണ്, ഇത് അർപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, പോയിട്ടില്ല. അതിനുശേഷം നമുക്കറിയാം യേശുവിനെ തൊടുന്നു. യേശു പറയുന്നുണ്ട്, നിങ്ങളെന്നെ തൊട്ട് നോക്കിക്കോ. അങ്ങനെ അതിനുശേഷം യേശു പറഞ്ഞ കാര്യം, യേശു അവിടെ ചെന്ന് ചെയ്ത കാര്യം എബ്രായ ലേഖനം 9:12 പറയുന്നുണ്ട്. ഒന്ന് വായിക്കാവോ? ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. Neither by the blood of goats and calves, but by his own blood he entered in once into the holy place. ആ വിശുദ്ധ സ്ഥലത്തിലേക്ക് യേശു പ്രവേശിച്ചു. എന്നിട്ട് സംഭവിച്ച കാര്യം, having obtained eternal redemption for us. യേശു അവിടെ ചെന്ന് ആ രക്തത്തെ അവിടെ സമർപ്പിച്ചു. ഇന്ന് ആ രക്തം അവിടെയുണ്ട്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഭൂമിയിൽ കണ്ട ആ ആർക്ക് ഓഫ് ദ കവനൻ്റ്, ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ റിയൽ കാര്യം സ്വർഗത്തിലുണ്ട്. വെളിപ്പാട് 11:19. വെളിപ്പാട് 11:19. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. അവിടെ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ട്. അതിൻ്റെ മാതൃകയാണ് ഭൂമിയിൽ അവരോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ്. അപ്പം നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? ഈ പറഞ്ഞ ആർക്ക് ഓഫ് ദ കവനൻ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകമുണ്ട്. അതിൻ്റെ മേൽ യേശുവിൻ്റെ രക്തമുണ്ട്. ആ രക്തത്തിൻ്റെ പ്രത്യേകത, ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായ രക്തം നമുക്ക് വേണ്ടി എപ്പോഴും അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എതിരായിട്ടല്ല, നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ VR ഹെഡ്സെറ്റ് ഇട്ടിട്ട് അത് കണ്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതായത് ലോകത്തിൻ്റെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളെ കണ്ടിട്ട് അവിടെ യുദ്ധം, ഇവിടെ കൊറോണ, ഇവിടെ റിസഷൻ, അവിടെ ജോലി പോകുന്നു, രോഗങ്ങൾ, അത് കണ്ട് പേടിക്കണോ? അതോ ഞാൻ റിയലി നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രസൻസ് കണ്ട് വിശ്വസിക്കണോ? രണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിത് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ ഏഞ്ചലിക് പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നു. കാര്യം എൻ്റെ ചുറ്റും ഏഞ്ചൽസ് ഉണ്ട്. വചനം അതാണ്. ഉറപ്പായിട്ടും ഏഞ്ചലിക് മിനിസ്ട്രി സംഭവിച്ചിരിക്കും. ഉറപ്പായിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതിൻ്റെ പ്രത്യേകത, എനിക്ക് ഈ വചനത്തോടുള്ള സ്നേഹം. വചനത്തിൽ നിന്ന് മാറത്തില്ല, ആത്മാവിനെ വിട്ട് മാറത്തില്ല, അനുസരിച്ച് നടക്കും. സ്വർഗത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയിരിക്കും? സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗ്ലോറി അവിടെ മാനിഫെസ്റ്റഡ് ആവും. അതാണ് സ്വർഗത്തിൻ്റെ അന്തരീക്ഷം. നമുക്കറിയാം, ഒരു വാക്യം വായിക്കാം. യേശുവിൻ്റെ നാമത്തിൽ 2 ദിനവൃത്താന്തം 5:13. 5:13-14 വാക്യം. പുരോഹിതന്മാരോട് കൂടെ നിന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, കർത്താവിൻ്റെ പെട്ടകവും ഇതെല്ലാം പ്രതിഷ്ഠിക്കുന്ന സമയം സ്വർഗത്തിൻ്റെ അതേ അന്തരീക്ഷം അവിടെ വെളിപ്പെട്ടു. ഏറ്റവും
ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗ്ലോറി അവിടെ മാനിഫെസ്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ഗ്ലോറി, സ്വർഗത്തിലെ അതേ അന്തരീക്ഷം നിങ്ങളുടെ റൂമിൽ ഇറങ്ങി വരും. സ്വർഗത്തിലെ അതേ അവസ്ഥ നിങ്ങളുടെ അവിടെ വന്നിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സിൽവർ ഡസ്റ്റ് വരുന്ന, ഞാൻ ഗോൾഡൻ ഡസ്റ്റ് കണ്ടിട്ടില്ല, സിൽവർ ഡസ്റ്റ് എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട് ഞാനിത് വിശ്വസിച്ച സമയത്ത്. കാര്യം ഗ്ലോറിക്ക് ചില മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. സ്വർഗത്തിലെ അതേ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു ഭാഗത്ത് ദാനിയേലിൻ്റെ ഒരു ഭാഗത്ത് പറയുന്ന ഒരു വാക്യമാണ്, സ്വർഗമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദാനിയേൽ 4:26 പറയുന്നുണ്ട്, വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജത്വം തിരുമേനിക്ക് സ്ഥിരമാകുക എന്നത്രേ. വാഴുന്നത് സ്വർഗമാണ്. സ്വർഗമാണ് നമ്മുടെ സകല കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണേ, എഫേസ്യ ലേഖനത്തിനകത്ത് ഇത് എഴുതി വച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കർത്താവ് നമുക്കിത് പറഞ്ഞു തരിക. നമ്മൾ നടക്കേണ്ടത് ഈ സ്വർഗത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. നമ്മൾ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ഗ്ലോറിയിലാണ്. ഇന്ന് ഇതിവിടെ വ്യാപരിക്കും. നിങ്ങൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മനുഷ്യൻ പറയുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാം. മേ ബി നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളിത് മറന്നുപോകും. പക്ഷേ ഇത് മറക്കാതെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ലൈഫ് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾ ശുശ്രൂഷകന്മാരായിട്ട് മാറും. മേ ബി ഞാൻ വിശ്വസിക്കുന്നു ചില അപ്പോസ്തലന്മാരും പ്രവാചകരും ദൈവത്തിന് വേണ്ടി മിനിസ്റ്റർ ചെയ്യുന്ന ശക്തരായ വ്യക്തികൾ എഴുന്നേറ്റ് വരും. ഇത്രയേ ഉള്ളൂ, വചനം നിങ്ങൾ വിശ്വസിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിത് ഈ ഒരു കാര്യം ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ എഴുന്നേക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ റഹദിഖോ റഹദിമാറിഖോ ഷഹറധീരിയോ ലഹറപോ ഷഹറധീരിയോ റഹസിഖോ ലിമാറിഖോ ഷഹറധീരിയോ ലോകോറിയ ശിഖാറധീരിയോ. In the name of Jesus. In the name of Jesus. In the name of Jesus. Hallelujah. Hallelujah. Rikha shikho rathirikho rahathar. നിങ്ങൾക്ക് അന്യഭാഷയെ ദൈവം പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപ തന്നിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളത് കണ്ണടച്ച് ദൈവം വചനത്തിൽ കൂടെ ഈ കാണിച്ച കാര്യത്തെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിച്ചേ. ദൈവം നിങ്ങൾക്കൊരു ഇമാജിനേഷൻ തന്നിട്ടുണ്ട്. ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ദുർസ്വപ്നം കാണാൻ വേണ്ടിയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. വിശ്വസിക്കുക. ഹല്ലേലൂയ 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 ദിയോ ഓരിയോ ദിയോ റിയോ ലബോ ഓരിയോ ദിയാര ഗോരിയോ ഓരാ ദിയോ റിയോ ദിയോ റിയോ ഓരിയാ ദിയോ ലഹര ദിയോ ഓരിയാ ദിയോ ദിയോ ദാരബോ ഓല ഹരിയോ ദിയോ ഓരിയാ ദിമിയാര ഗോല ദിയോരി ഓഷിയാരിഗോ ദിയോരിയാ ദിയോരിയോ ഓല ദിയോരിയാ ദിയാരിയോ ഓലിയാ ദിയോരിയോ ദിയോ ഓല ദിയോരിയാ ദിയോരിയോ ഓലിയാരിയോ ദിയോരിയോ ഓല ദിയോരിയോ ദിയാരോ ഓരി ദിമോരിയോ ദാരോ. Hallelujah, 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 hallelujah. Oh, hallelujah, 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 hallelujah. Oh, hallelujah, 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 hallelujah.
ജീവിപ്പാൻ സ്വയയാഗമായോനേ, ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Horio shikara thirio, lahara thiri kosh, roko mahasikirio ko, lahara ho shikiri bio, rakana mohora dia, lakara dimio, rahasika, roko maharitia, rahasimio, rakana ko, lakashikiri miko, rakatimio, rasikario, Rasikorama, Lashikio, Rashika, Radimiko, Rasikirio, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, Rasimiko, Rasikorokola, Rashigirikola, Lashigirimoho, Rashigoloko, Rikanasiko, Ratinikalako, Rakasigiribio, Lashigiribio, Rakanamoholoko, Ribirio, Lashimia Rico, Sibiriko, Lashika Ratiria. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന കാര്യം, മരണത്തിന്റെ ലക്ഷണങ്ങൾ നിങ്ങളെ വിട്ടുമാറും. ഇതുവരെ ആ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുവാണേ, ദൈവത്തിന്റെ അന്തരീക്ഷം നിങ്ങളെ ഫോളോ ചെയ്യും. ദൈവത്തിന്റെ അന്തരീക്ഷം. ഞാൻ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുവാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ അറ്റ്മോസ്ഫിയറിലേക്ക് കയറണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ ഒരു മരണത്തിൻ്റെ അവസ്ഥ എന്നെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് മാറാൻ വേണ്ടി പോവാം. ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ നഷ്ടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇനി ആ നഷ്ടത്തിലോട്ട് ഞാൻ പോകത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങളെ ദൈവം പറഞ്ഞിട്ടല്ലാതെ വരരുത്, ദൈവം പറഞ്ഞിട്ടല്ലാതെ വരരുത്. ആ അന്തരീക്ഷം നിങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ലഹസിബിരിഖോ ലഷിഖോ റഹതിമാറാധോ ലഷിഖോ റഹതിരിധിയോ സിമാറഹതിഖോ ലഷിഖറധറഖോ ലഷിരിഖോ റഹസിബിയ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരണത്തിന്റെ അവസ്ഥയെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. I reverse everything. I reverse the damage that enemy has done in your life. I reverse it in the mighty name of Jesus. Right now it is happening. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന്റെ അന്തരീക്ഷത്തെ ഞാൻ റിലീസ് ചെയ്യും. Receive it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരം ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ ചങ്ങലകളെ ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ ചങ്ങലകളെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ I cancel every demonic forces in your life. I cancel
യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ അവസ്ഥകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ അത് സംഭവിച്ച കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റസിബരികോ റസികരദലകോ റഹശിഗോറകോ ലഖദിയ. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ചില കേസുകൾ നിങ്ങളെ ഫോളോ ചെയ്യുക. ചില കേസുകൾ ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുക. ഇത് ഞാൻ ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഞാനിത് കാണുന്നവർക്ക് വേണ്ടിയും ഇനി കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരോടും പറയുവാണേ, നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ചില കേസുകൾ ഉണ്ടെങ്കിൽ അതിനെ ദൈവം ഇന്ന് ക്യാൻസൽ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് തടസ്സങ്ങളാണ്. എപ്പോഴും ടെക്നിക്കൽ പ്രോബ്ലംസ്, പേപ്പേഴ്സിന്റെ പ്രശ്നം, അതൊരു പിശാചിന്റെ തന്ത്രമാണ്. അതിനെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അതിനെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. മനോജ് ബ്രദർ മുമ്പോട്ട് വരാവോ? ലിഷികോ റഹധീമ റധീരികോ റധീമോ റഹശിഖ റധീരിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം വെച്ച കോളിങ്ങിലേക്ക് ഞാൻ റിലീസ് ചെയ്യും. അതിനെ തടസ്സപ്പെടുത്തുന്ന സകല കാര്യത്തെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അപ്പോസ്തോലികമായ വിളി നിങ്ങളുടെ മേലുണ്ട്. ഒരു അപ്പോസ്തോലിക വിളിയാണ്. നിങ്ങളിൽ കൂടെ ചില സഭകൾ സ്ഥാപിക്കപ്പെടും. സഭകൾ സ്ഥാപിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ ആ മിനിസ്ട്രിയെ ഞാൻ ആക്ടിവേറ്റ് ചെയ്തു. പിശാച് തടസ്സപ്പെടുത്തിയതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുക, ദൈവം സംസാരിച്ചതിനെ ചെയ്യുവാൻ വേണ്ടി റെഡിയാകുക. ചില മിനിസ്ട്രികളെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്തിട്ട് അവരുടെ ജീവിതം മാറും. ഞാനൊരു ഒമാനിയെ കാണും, ഒരു ഒമാനി ഫാമിലിയെ ഞാൻ കാണുക. നിങ്ങളിലൂടെ ആ കുടുംബം പുറത്തു വരിക. അത് ഓൾറെഡി സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ കോളിങ്ങിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ കർത്താവ്, ഇത് ഇന്ന് വന്നിരിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വ്യക്തികൾ, ഐ റിലീസ് എ ഡോർ. കൃപ, God is speaking to you. God has already released a door in your life and you are going to enter into it. You are going to enter a mighty door in the mighty name of Jesus. In the name of Jesus. ദൈവം നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾ ദൈവത്തോട് കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റും. ദൈവത്തോട് കണക്ട് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ലഷഹറോധോ റഹധറമോ ലഹറധിമ റഹസിഖോ റഹധന റഷിഖറധോ റഹധീരിയ. റോയ് ബ്രദർ, കേരളത്തിൽ വീണ്ടും ചില സഭകളെ ദൈവം തരാൻ വേണ്ടി പോവുക. ഒരു സഭയുടെ സ്ഥാപനം നടക്കാൻ വേണ്ടി പോവുക. കേരളത്തിൽ തിരുവല്ലയിൽ നിന്നും അധികം ദൂരെ അല്ലാത്തൊരു സ്ഥലത്ത് ദൈവം അതിനെ റിലീസ് ചെയ്യും. ഞാനൊരു സഭാ ഹാളിനെ കാണുക. യേശുവിന്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യും. ഷീജ സിസ്റ്റർ, ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തമായ ഒരു മിനിസ്ട്രി കിടക്കുക. ശക്തമായ മിനിസ്ട്രി. ഞാൻ കാണുന്ന റെവലേഷൻ, ഓൺലൈനിൽ കൂടെ ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അതിനെ ഓപ്പൺ ആക്കുന്നു. അതിനെ ഓപ്പൺ, ശക്തമായ മിനിസ്ട്രി, പ്രോഫറ്റിക്കൽ റലം യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അതുപോലെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നെ കെനിയെന്നും കൂടെ കാണിക്കുക.
കെനിയായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് കണക്ഷൻസ് തരാൻ വേണ്ടി പോവാ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇന്ന് ഇത് കേട്ട് വിശ്വസിച്ച സകല വ്യക്തികളുടെ ജീവിതത്തിൽ ആ ഒരു അന്തരീക്ഷത്തെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. കർത്താവ്, ഇത് ഓൺലൈനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, നിങ്ങളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, അതിനെ ഞാൻ ഇന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങളുടെ സ്ഥാപനം പൂട്ടത്തില്ല, നിങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകത്തില്ല, ഒന്നും മുടങ്ങിപ്പോകത്തില്ല, അത് വീണ്ടും കിളുത്തു വരും. ഞാൻ ഈ സമയത്ത് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ കർത്താവ് ഇപ്പോൾ വ്യക്തികളെ വിട്ട് മാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. സകല രോഗങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ശരീരങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. റഥോ ഷഹറഥിഖു റഹതര റഹറഖു ലഹസിഖ. യേശുവിൻ്റെ നാമത്തിൽ സോളോം ബ്രദർ, ദൈവം മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ചെയ്യുക, ഒരു ഓപ്പണിംഗ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു, അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. ആ ഒരു ഫേവറിനെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവ്, ഇത് വിശ്വസിക്കുന്ന സകലരുടെ ജീവിതത്തിൽ അതിനെ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞു കാണത്തില്ല, ഞാൻ നിങ്ങളെ നോക്കി കാണത്തില്ല, പക്ഷെ അത് ദൈവം നിങ്ങളെ കാണുന്നു. നിങ്ങൾ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ച കാര്യം ദൈവം നിങ്ങൾക്ക് റിലീസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ റൂമിൽ കർത്താവിൻ്റെ ഈ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങൾ ഏഞ്ചൽസിനെ കാണും, നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. ശക്തി നിങ്ങളിൽ കൂടെ വെളിപ്പെടും. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. സ്വർഗം നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇതിപ്പോൾ സംഭവിച്ച കൃപയ്ക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തി